കോഴിക്കോട് നിന്ന് ഫാദർ സാമുവൽ കൂടി ചേരുകയാണ്. ഫാദർ സാമുവൽ, ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ജി സുധാകരനെ പോലെയുള്ള കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ അവർ പാർട്ടിയുടെ അംഗത്വം പുതുക്കാൻ തയ്യാറാകുന്നില്ല, പാർട്ടിയിൽ ഇനി അംഗത്വം വേണ്ട എന്ന് പരസ്യമായി പറയുകയാണ്. ഫാദർ സാമുവൽ, കേൾക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാനൊരു പാർട്ടിക്കാരനല്ല, ഞാനൊരു പള്ളിയിൽ അച്ഛനാ. അതെ. പക്ഷേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു വീക്ഷണമുണ്ട് എല്ലാ പാർട്ടിക്കാരെയും കുറിച്ചുള്ളത്. അത് കോൺഗ്രസും ഉണ്ട്, അതായത് UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്. എല്ലാവരുടെയും പ്രവർത്തനം ഞാൻ വീക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത്, ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നവർ പാർട്ടിയിലെ മറ്റ് പ്രവർത്തകർ ഒരിക്കലും അവഹേളിക്കാൻ പാടില്ല. കാരണം അവരൊക്കെ വർഷങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാ. അവരെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും അവരെ അവഹേളിച്ച് പുറത്താക്കരുത് ഒരിക്കലും. അത് ഏത് പാർട്ടിക്കാരായാലും ഏത് ഉന്നത സ്ഥാനത്തുള്ള ആളായാലും അത് ആ പാർട്ടിക്ക് ഭൂഷണമല്ല. ആ പാർട്ടി തന്നെ തീരുമാനിച്ചോട്ടെ അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. കാരണം സുധാകരനെ പോലുള്ളവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ജനസേവകനാണ്. അങ്ങനെ ജനസേവകർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത്. നേരെ മറിച്ച് അവരെ നിരുത്സാഹപ്പെടുത്തുക, അവരെ പുച്ഛിച്ചു തള്ളുക, പരിഹസിക്കുക, അതൊരിക്കലും ഒരു പാർട്ടിക്കും ഭൂഷണമല്ല. അതെ, മുതിർന്നവരെ അംഗീകരിക്കുക എന്നുള്ള ഒരു പൊതു സമീപനം അത് സമൂഹത്തിൽ ഏത് തലത്തിലായാലും അവർക്ക് അംഗീകാരം കൊടുക്കണം. കാരണം അവരുടെ പാരമ്പര്യം, അവർ പ്രവർത്തിച്ചു വന്ന കാലഘട്ടം, അതിനെയൊക്കെ വിലയിരുത്തുക തന്നെ വേണം, അതിനെയൊക്കെ വിലമതിക്കുക തന്നെ വേണം. അല്ല എങ്കിൽ സുധാകരനെ പോലെയുള്ള ആളുകൾ ആ സമൂഹത്തെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം വരും. പാർട്ടി പക്ഷേ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. വളരെയധികം നന്ദി ഫാദർ സാമുവൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ശ്രീ രവീന്ദ്രൻ ചേരുന്നു. രവീന്ദ്രൻ, പ്രതികരിക്കാം. സാറേ, ഇപ്പൊ ഇതിനെ പറ്റിയിരിക്കുന്ന CPM ആക്കണം. ഈ പാർട്ടിയുടെ പേര് CPM എന്ന് മാറി CPM എന്നാക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പം പിണറായിയുടെ പാർട്ടിയായിട്ട് മാറിയില്ലേ, കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് തിരിഞ്ഞു പോയില്ലേ, അഹംഭാവത്തിന് കാലും കൈയും പിടിപ്പിച്ച ഒരു പാർട്ടിയായി. ഈ സുധാകരനെ പോലെയൊക്കെ ഒരു സഖാവിന് എവിടെയാ കിട്ടുന്നത്? എവിടെ സഭയെ കിട്ടുമോ സാറേ? കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടുമോ? കോൺഗ്രസ് കിട്ടുമോ? CPM കിട്ടുമോ? ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലെ ഒരു കറതീർന്ന ഒരു മനുഷ്യനെ കിട്ടാൻ പറ്റുമോ? ഇങ്ങനെയുള്ളവരെയൊന്നും വേണ്ടെന്നേ. ഇപ്പൊ നമ്മുടെ സഖാവ് അത്ര ആണെങ്കിലും രജി ലൂക്കോസൊക്കെ ആണെങ്കിലും അവർക്കൊന്നും കഴിവില്ല. കാരണം എന്താ, കക്കാനും നിൽക്കാനും പിടിച്ചു പറിക്കാനും ബലാത്സംഗം ചെയ്യാൻ പോയാൽ മാത്രമേ ഈ പാർട്ടി നിൽക്കാനൊക്കെ ഉള്ളൂ. ഇവരെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. ഇവരൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് ഇവരൊക്കെ പുറത്ത് തള്ളിക്കളയുന്നത്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ സെക്രട്ടറി പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും, എതിർ പറഞ്ഞു ഞാനും എന്റെ മരുമോനും. അപ്പൊ ഇങ്ങനെ മാറിപ്പോയി ഈ പാർട്ടി. അപ്പൊ ഇവർക്ക് ഭാര്യയും ഭർത്താവിനും മകനും കൊച്ചുമക്കും ഉള്ള പാർട്ടിയായിട്ട് മാറി. അല്ലാതെ ഇതിനകത്ത് ഇപ്പൊ ഞാനൊക്കെ 35 കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി കിടന്ന് അധ്വാനിച്ചതല്ലോ. അതൊക്കെ അൽഫോൻസ് കണ്ണന്താനത്തിനോടൊക്കെ ചോദിച്ചാൽ പുള്ളിയൊക്കെ വീട്ടിൽ പോയി കിടന്ന് പുള്ളിയൊക്കെ ഞങ്ങൾക്ക് വണ്ടിക്കൂലി വരെ തന്നു വിട്ടുണ്ട്. ഞങ്ങളുടെ അന്നത്തെ കാലത്ത് പൈസ ഇല്ലാത്തിന് പുള്ളിയൊക്കെ തന്ന് വിട്ട് ഞങ്ങൾക്ക് പണിവിലയെന്ന് പുള്ളിയുടെ മുണ്ടോനിക്കടവ് വീട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വിടുമായിരുന്നു. ഭാര്യാത്രിക്കൊക്കെ എന്നാലും അതുപോലെ അധ്വാനിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി. അപ്പോൾ അതിന് മുന്നേ പുള്ളിയൊക്കെ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഈ പാർട്ടി വന്നിട്ടാ. ഞങ്ങളെല്ലാം മാറിപ്പോയതിന്റെ കാരണം എന്താ, ഈ ഒരു തത്വം കാരണം ഈ പാർട്ടിയുടെ കാരണം കയ്യൂക്കൊള്ളും കാര്യക്കാരാവും. മറ്റുള്ളവർ താഴെ കിടന്നു പോയി. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഈ കുതന്ത്രങ്ങൾ ഇതാരൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഓർത്തിരുന്ന സത്യസന്ധമായ രീതിയിലാണ് പോകുന്നതെന്ന് ഓർത്തിട്ട് പ്രവർത്തിച്ചു. പക്ഷെ ഞങ്ങളുടെ വെള്ളോട്ടിരുന്നവരെല്ലാം കൈയിട്ട് വാരി നശിപ്പിച്ച് നാരണക്കല്ല് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഞങ്ങൾക്ക് ജനങ്ങളിലോട്ട് ഇറങ്ങി തിരിയാൻ പറ്റാത്തൊരവസ്ഥ പറ്റി. നീയൊക്കെ അന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഇന്ന് പിടിച്ചോണ്ട് പോയിട്ട് ആ കാശെല്ലാം എന്ത് ചെയ്യും, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും. ഓരോരുത്തരോടൊക്കെ എന്റെ മകനും നിങ്ങളുടെ മകനും പണി കൊടുക്കാം, നിങ്ങളുടെ മാർക്ക് പണി കൊടുക്കാം, അവിടെ കൊടുക്കാം ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞൊക്കെ കാര്യം മേടിച്ചതൊക്കെ പിന്നെ ഞങ്ങൾ വീടിനൊക്കെ ചെല്ലുമ്പോഴാണ് വീട് എന്ന് അറിയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വീടുകളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ അതുപോലെ ആയില്ലേ, അയ്യപ്പന്റെ ശാവ് ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അത് കൊടുവാള് പോലെ ഇങ്ങനെ തലയ്ക്ക് മേൽ ഇരിക്കൊണ്ടിരിക്കും. ഈ പാർട്ടി തീർത്ത് കളയാതെ ശബരിമല കർമ്മശാസ്ത്ര വൈകാര സുഖനാനന്ദ കിട്ടണ അയ്യപ്പൻ മാറിയല്ല വിടിയല്ല സാറേ, സത്യത. ഓക്കെ സാർ. വളരെയധികം നന്ദി. ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി, നമുക്ക് അഡ്വക്കേറ്റ് ഹസ്കറിലേക്ക് പോകണം. അതിനു മുമ്പ് ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. കോട്ടയത്ത് നിന്നും ശ്രീ തങ്കച്ചൻ പ്രതികരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടാകുന്ന കുഴപ്പങ്ങളിൽ ഒന്നാണ് ഈ സുധാകരൻ സാറിനെ പോലെയുള്ള ഒരു സമ്പന്ന നേതാവ് കേരളത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകേണ്ട ഒരാളാണ്. പക്ഷെ അത് തന്നെ അതിനുപരിയായി അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ പിണറായി വിജയനും വഴങ്ങാത്ത ആരും പാർട്ടിയിലില്ലെന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമാണ് പിണറായി വിജയന്റെ മനസ്സിലുള്ളത്. ആ ത്യാഗത്തിന്റെ ഫലത്തിലാണ്
നമ്മൾക്കിപ്പോ കാണുന്ന ഭാഗങ്ങൾ ഈ സുധാകരൻ സാറിനെ പോലുള്ള സാറുകൾ ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് എപ്പോഴും ജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ജനദ്രോഹ പരിപാടിയാണ്. പിണറായി വിജയൻ സർക്കാർ ജനദ്രോഹ പരിപാടിയാണ് ചെയ്യുന്നത്. ഇത്തരം പരിപാടികൾക്ക് വേണ്ടി നിൽക്കുന്ന ഈ സർക്കാർ നിലം പതിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. യെസ്, വളരെയധികം നന്ദി. കോട്ടയത്ത് നിന്ന് ശ്രീ തങ്കച്ചനാണ് പ്രതികരിച്ചത്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിലേക്ക്. അഡ്വക്കേറ്റ് ഹസ്കർ, നമ്മുടെ പ്രേക്ഷകർ പ്രതികരിച്ചതിൽ ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു വെക്കുന്നത് കണ്ണൂർ ലോബി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കണ്ണൂർ ലോബി എന്നൊക്കെ പറയുമെങ്കിലും ശൈലജ ടീച്ചറിനെ പോലെയുള്ള ആളുകളെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. കണ്ണൂർ ലോബി എന്ന് പറഞ്ഞാലും സമ്പൂർണ്ണമായി കണ്ണൂരുകാരെല്ലാം ഒന്നിച്ച് നിൽക്കുകയല്ല. കണ്ണൂരും ചില കൂട്ടൽ കിഴിക്കലൊക്കെ ഉണ്ട്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും അവിടുത്തെ ഈ പറഞ്ഞ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ ലോബി നേരത്തെ VS അച്യുതാനന്ദനുള്ളപ്പോൾ പറയുമായിരുന്നു ആലപ്പുഴ ലോബി, കണ്ണൂർ ലോബി എന്നൊക്കെ പറയുമായിരുന്നു. കണ്ണൂർ ലോബി ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ണൂർ ലോബി ഒന്നിച്ച് നിൽക്കുന്നില്ല. പിണറായിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ അടങ്ങുന്ന ഒരു ഉപജാപക വൃന്ദമുണ്ടെങ്കിൽ പോലും ശൈലജ ടീച്ചറിനെ പോലെയുള്ള ആളുകളെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ കണ്ണൂർ ലോബി എന്ന് സമ്പൂർണ്ണമായിട്ട് ഇതിനെ പറയാൻ പറ്റുമോ അഡ്വക്കേറ്റ് ഹസ്കർ? ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരിട്ട പ്രതിസന്ധി തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ CPIയും ഇന്ന് നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം പ്രതിസന്ധിയിൽ അകപ്പെടും എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി മുന്നറിയിപ്പുകൾ പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് കാരെ സംബന്ധിച്ച് മിലൻ ജിലോവ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ന്യൂ ക്ലാസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ എഴുതി വെക്കപ്പെടുന്നത്. ആ ന്യൂ ക്ലാസ് എന്ന് പറയുന്ന പുസ്തകം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ് അധികാരത്തിലെത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിക്കുന്ന പ്രതീകങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച, CPIഎമ്മിന് സംഭവിച്ച അപജയത്തിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിലേക്ക് അധികാരം ചുരുങ്ങുന്നു എന്നുള്ളതാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു വലിയ അപകടം എന്നുള്ളത്. ഒരാളിലേക്ക് അധികാരം ചുറ്റപ്പെടുമ്പോൾ അധികാരത്തിന് ആ ആളിന് ചുറ്റും ചില നിഗൂഢമായിട്ടുള്ള മറ്റൊരു അധികാര വൃന്ദം ചുറ്റപ്പെടുകയും അങ്ങനെ ചുറ്റപ്പെടുന്ന അധികാര വൃന്ദത്താൽ ആ ഒരാൾ നയിക്കപ്പെടുകയും ചെയ്യുന്നതാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്. ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് കേന്ദ്രീകൃത ജനാധിപത്യമാണ്. മുകളിൽ നിന്ന് താഴേക്ക് പറയുന്ന രീതിയിൽ വരുന്ന ജനാധിപത്യ സംവിധാനം. ഈ രണ്ട് പ്രതിസന്ധികളുമാണ് ഇന്ന് കേരളത്തിലെ CPIയും നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് CPIയും ഒരാളിലേക്ക് ചുരുങ്ങുകയും അയാളാൽ നയിക്കപ്പെടുകയും അയാളാൽ നിർദ്ദേശങ്ങൾ നൽകപ്പെടുകയും അനുസരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി, അല്ലെങ്കിൽ അത്തരത്തിൽ ഞാനിത് ഇപ്പോൾ CPIഎമ്മിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പോലും, കാര്യം വിപ്ലവം തന്നെ 2005 തന്നെ ജനകീയ ജനാധിപത്യ വിപ്ലവം തന്നെ ഉപേക്ഷിച്ച പാർട്ടിയാണ്. അപ്പോ ജനകീയ ജനാധിപത്യ വിപ്ലവം ഉപേക്ഷിച്ച പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിപ്ലവം ഇപ്പോഴും അരികിലില്ല എന്നും ഒരിക്കൽ പോലും വിപ്ലവം നടക്കില്ലെന്നും ഇന്ത്യയിൽ നടക്കില്ലെന്നും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി അത് മാറിയിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പോഴും CPIഎം അത് സമ്മതിക്കാൻ തയ്യാറല്ല. CPIഎം ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്ന് സമ്മതിക്കാൻ ഒരു കാലത്തും തയ്യാറായിട്ടില്ല. മാത്രമല്ല, സംവാദങ്ങൾക്ക് CPIഎമ്മിനുള്ളിൽ ഇടമില്ലാതായിരിക്കുന്നു. വിമർശനങ്ങൾ അസഹിഷ്ണുതയോടുകൂടി മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് CPIഎം വല്ലാതെ താണുപോയതിന്റെ കൂടി ഒരു പ്രശ്നത്തിലേക്കാണ് ഇന്ന് പാർട്ടി പോയിരിക്കുന്നത്. ആരെയും വിമർശിക്കാമായിരുന്ന വസ്തുതകൾ നിരത്തി വിമർശിക്കുകയും സ്വയം വിമർശനം നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിൽ നടന്നിരുന്ന ആശയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ പോലും ഏകാശയത്തിലേക്ക് എത്തിക്കുന്നതിന് കഴിയുന്ന ചർച്ചകൾക്ക്, സംവാദങ്ങൾക്കും പാർട്ടിക്കുള്ളിൽ ഇടമുണ്ടായിരുന്നിടത്തു നിന്ന് ഇന്ന് പാർട്ടിക്കുള്ളിൽ അത്തരം സംവാദങ്ങൾ നടക്കുന്നില്ല. നിർഭാഗ്യവശാൽ തനിക്കും തന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കും വേണ്ടി മാത്രമായി ഈ പ്രസ്ഥാനത്തെ ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ അവസ്ഥ. അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ മാഷിനെ പോലുള്ള നാളിതുവരെ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുകയും ഇടതുപക്ഷ മനസ്സുകളെ വല്ലാതെ നയിക്കുകയും ചെയ്യുന്ന
പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി അഭിപ്രായങ്ങൾ പറയുകയും കവിത എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്ന സച്ചിദാനന്ദൻ മാഷും ഈ കേരളത്തിൽ സംഭവിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അടയാളപ്പെടുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് വളരെ ഇവിടെ ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളില്ലാതെ പോവുകയും അത് വെറും ചിലന്തി വലകളാൽ നെയ്തെടുക്കപ്പെട്ട നുണകളുടെ കൂടാരമായി ഈ പ്രസ്ഥാനം അധംപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നുണകൾ കൊണ്ട് മറ്റൊരു നുണയെ സാധൂകരിക്കുന്നതിനു വേണ്ടിയുള്ള വല്ലാത്ത പരിശ്രമം ഈ പാർട്ടി നടത്തുന്നിടത്താണ് സത്യസന്ധത ഈ പാർട്ടിയിൽ നിന്ന് അകന്നുപോയിടത്താണ് ഈ പാർട്ടി ഇന്ന് നേടുന്ന പ്രതിസന്ധി. അതുകൊണ്ടാണ് ജി സുധാകരനെ പോലുള്ള, അല്ലെങ്കിൽ അതുപോലെ അനേകം ജി സുധാകരന്മാർ ഈ പാർട്ടിയിലുണ്ട്. ഇതിനു മുമ്പാണ് ഒരു പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ കമ്മിറ്റി അംഗം, പാർട്ടിക്കുള്ളിൽ രക്തസാക്ഷികളുടെ ഫണ്ട് പോലും നഷ്ടപ്പെടുത്തി കട്ടുകൊണ്ടുപോയി എന്ന് പറയുകയും വീണ്ടും പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് കുഞ്ഞികൃഷ്ണനെ പോലുള്ള അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന അർത്ഥത്തിൽ അദ്ദേഹം വലിയ രീതിയിൽ വിളിച്ചു പറയുകയും പുരപ്പുറത്ത് കയറി നിന്ന് അദ്ദേഹം കൂവുകയും ചെയ്തിട്ടും ഈ പാർട്ടിക്ക് വളരെ കൃത്യമായി ഇത് മനസ്സിലായിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അന്ധന്മാരുടെ കൂടാരമായി ഈ പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് വലിയ പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ജി സുധാകരൻ മറ്റൊരർത്ഥത്തിൽ ഒരു രക്തസാക്ഷി കുടുംബാംഗം കൂടിയാണ്. ജി ഭുവനേന്ദ്രന്റെ സഹോദരനാണ് സുധാകരൻ. അപ്പോ സുധാകരനെ പോലുള്ള ആളുകൾ രക്തസാക്ഷി കുടുംബത്തിന്റെ മേന്മയും ആ രക്തസാക്ഷി കുടുംബത്തിന്റെ ക്ഷോഭയും അർഹിക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. അപ്പോ അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന നേതൃത്വം എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളില്ലാത്ത നേതൃത്വമായി പോകുന്നു എന്നതാണ് വസ്തുത. അതെ, പാർട്ടിക്ക് ഉള്ളിൽ എല്ലാവിധ സ്വന്തം കുടുംബത്തിൽ പോലും പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ഉണ്ടായ അനുഭവം ജി സുധാകരനുണ്ട്. സ്വന്തം സഹോദരൻ പോലും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്.